ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വിഞ്ചി യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഞങ്ങൾ ഒരു വർഷം മുമ്പ് പളനി പോയപ്പോൾ തിരിച്ചിറങ്ങിയത് വിഞ്ചിലാണ്. ആ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രീനിധിയുടെ മുടി മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു വർഷം മുമ്പ് പളനിയിൽ പോയത്. അന്ന് കൂട്ടത്തിൽ സുൽത്താനിന് മുടി മുറിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ, അമ്മ, ഞാൻ, സുൽത്താന, ശ്രീനിധി, ഞങ്ങൾ ഇത്രയും പേരാണ് പളനിമല പോയത്. അപ്പോൾ അങ്ങോട്ട് കയറി ഞങ്ങൾ മല ചവിട്ടിയാണ് തിരിച്ച് ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയത്. ഞങ്ങൾ വിഞ്ചിൽ കൂടാണ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് കൗണ്ടറിൽ കുറച്ച് നേരം ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളെ സ്റ്റേഷനിലോട്ട് വിടും. അവിടെ നിന്നാണ്ട് താഴോട്ടുള്ള വ്യൂ നല്ല രസമാണ് ഇവിടെ കാണാൻ. അതായത് ഒത്തിരി കെട്ടിടങ്ങൾ, കുറേ പാടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം. ഈ വിഞ്ചെന്ന് പറഞ്ഞാൽ കൊച്ചൊരു ട്രെയിൻ പോലെ, അതായത് റോപ്പിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു റെയിൽപ്പാളം ഒക്കെ ഉള്ള ഒരു കൊച്ചു ട്രെയിൻ പോലെയാണ് അത് വിഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. 2-3 വിഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ വിഞ്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ വിഞ്ച് വരും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഉള്ള യാത്ര ഒരു രസകരമായ അനുഭവമായിരുന്നു. നമ്മൾ അങ്ങോട്ട് കയറിയത് പടികളിലൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് കയറാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ, പളനിമല പോകാൻ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമാണ് ഈ വിഞ്ചെന്ന് പറയുന്നത്. പളനിമലയിൽ എങ്ങനെ പോകും, ഞാൻ പഠിക്കട്ടെ എങ്ങനെ കയറുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് വിഞ്ച്. മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും വിഞ്ച് പറ്റും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വിഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോയത് വെക്കേഷൻ ടൈമിൽ ഭയങ്കര ചൂടുള്ള സമയത്താണ് ഞങ്ങൾ കയറിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയത് വിഞ്ചിക്കൂടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിഞ്ച് സെലക്ട് ചെയ്തത് തന്നെ. പിന്നെ അതാണ് ഞങ്ങളുടെ പുറപ്പെട്ട സ്റ്റേഷൻ. അപ്പോൾ താഴോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇരുന്നിട്ട് ശ്രീനിധി ചുറ്റും കാഴ്ചകളൊക്കെ കണ്ട്, പ്രകൃതി രമണീയമായ ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അതിൽ കൂടെ നോക്കുമ്പം ചുറ്റും കാണാൻ അതുപോലെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊരു വിഞ്ച് പോകുന്നുണ്ട്. അപ്പോൾ ശ്രീനിധിയുടെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഓരോരോ കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഒത്തിരി ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഭഗവാനെ ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ദർശനം നടത്താൻ സാധിച്ചു. അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രം. മുരുകനെ കാണണം എന്ന വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി അതുപോലെ തന്നെ കാണാനും, അതുപോലെ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. അതുപോലെ ഞങ്ങൾക്ക് ദർശനം നടത്താൻ സാധിച്ചു. എല്ലാ പ്രാർത്ഥനയും എല്ലാം നടത്തി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അതുപോലെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഓരോ വർഷവും നമുക്കിവിടെ വന്ന് തൊഴണം എന്നാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്ത. അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ ഹോട്ടലിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി പളനി യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും. പിന്നെ ഈ യാത്രയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മല കയറുമ്പോൾ നമ്മുടെ കയ്യിൽ കുപ്പിവെള്ളം അത്യാവശ്യമായിട്ടും വേണം. നമ്മൾ കൊച്ചു കുട്ടികളെയും കൂടാണല്ലോ നമ്മൾ മല കയറാൻ പോകുന്നത്, നേർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സ്നാക്സ് നമ്മൾ കയ്യിൽ കരുതണം. വെള്ളവും സ്നാക്സും നമ്മൾ ഉറപ്പായിട്ടും കരുതണം. പക്ഷെ അവിടെ പൈപ്പ് വെള്ളം അവൈലബിൾ ആണ്. പക്ഷേ എങ്കിലും നമ്മൾ ഓരോരുത്തടത്തും അവിടെ പൈപ്പ് വെള്ളം കിട്ടും. പക്ഷേ എങ്കിലും നമുക്ക് കുപ്പിവെള്ളം നമ്മൾ കയ്യിൽ കരുതുന്നതാണല്ലോ നമുക്ക് സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, വെക്കേഷൻ ടൈമിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം വിഞ്ചിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ ചെരുപ്പ് ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ മല കയറാനായിട്ട് വന്നത്. അപ്പോൾ അത്രയും ദൂരം ഞങ്ങൾ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ റോഡിൽ ചവിട്ടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാല് നമ്മുടെ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മല കയറുന്നിടത്ത് തന്നെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. പൈസ അധികം കൊടുക്കാതെ തന്നെ നമുക്ക് അവിടെ പൈസയുടെ ഒരുപാട് ആവശ്യങ്ങളൊന്നും പളനിയിലില്ല. നമുക്ക് ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ കാണാനുള്ള അവിടുത്തെ ടിക്കറ്റിന് അങ്ങനെയൊക്കെയുള്ള കാശിൻ്റെ ചിലവേ ഉള്ളൂ. അല്ലാതെ മുടി മുറിക്കുന്നതിന് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ചെരുപ്പ് സൂക്ഷിക്കുന്നിടത്ത് അവിടെയൊക്കെ അത്യാവശ്യം
എനിക്ക് ചെരുപ്പ് സൂക്ഷിക്കുന്നിടത്ത് കാശ് കൊടുക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എങ്കിലും തുച്ഛമായ എന്തായാലും കൊടുക്കുന്നതാണേലും തുച്ഛമായ ഇതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മുടി മുറിക്കുന്ന സ്ഥലം. അവിടെ പൈസ നമ്മൾ കൊടുക്കുകയേ വേണ്ട. അതായത് നമുക്ക് ഒരു അവിടെയും ഇതുപോലെ തന്നെ പാസ്സുണ്ട്. കയറാൻ നമ്മൾ ആരുടെയൊക്കെ മുടി മുറിക്കുന്നവർക്ക് പാസ്സുണ്ട്. അതുപോലെ തന്നെ കയറി അതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ആ മുടി മുറിക്കുന്നവർക്കൊരു ദക്ഷിണ പോലെ കൊടുക്കാം. അല്ലാതെ അവിടെ ഒരു പൈസ കൊടുക്കുന്ന ഒരു ആവശ്യമേ ഇല്ല. അങ്ങനെ മുടി മുറിച്ച് നമ്മൾ പളനി പോയി തൊഴുതു താഴേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ നമുക്ക് ഒരുപാട് പറ്റിക്കപ്പെടുമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ മല പോയത് തന്നെ, പളനിമല പോയത് തന്നെ. പക്ഷേ ഞങ്ങളെ കൊണ്ടുപോയ ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയത്. അവിടെ പക്ഷേ കുതിരവണ്ടിയുണ്ട്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തത് ഓട്ടോയാണ്. അപ്പോൾ ഓട്ടോയെ പോയത് ആ ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ വളരെ നല്ലവനായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്കൊരു ഹോട്ടൽ സെലക്ട് ചെയ്ത് തന്നത്, അരുണാചല ഇന്ന്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് തന്നെയാണ് ദേവസ്വം കോട്ടേജും ഒക്കെ. നമുക്ക് വേണമെങ്കിൽ ദേവസ്വം കോട്ടേജ് ബുക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കാം, എങ്ങനെ വേണേലും നമ്മൾ ഇഷ്ടം. നമ്മൾ വിഞ്ചിൽ ഇറങ്ങി. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഒന്നുകൂടെ നമ്മൾ പളനിമല മുരുകനെ കണ്ട് തിരിച്ചിറങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടത് ഒരു മയിലിനെയാണ്. മയിൽ വാഹനനാണല്ലോ മുരുകൻ. അപ്പോൾ ആ മയിലിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം, ഒന്നുകൂടെ ഒരു മധുരം പോലെ ഒന്നുകൂടെ ഒരു സന്തോഷമാണ് തോന്നിയത്. എല്ലാവരും അതിൻ്റെ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരു വലിയ ആനന്ദത്തോടെയാണ് അത് നോക്കി കണ്ടത്. പിന്നെ പളനി യാത്ര അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പളനി യാത്ര. അപ്പോൾ വെക്കേഷൻ ടൈമിൽ എല്ലാവരും അങ്ങനെ അന്നേരമാണല്ലോ നമ്മൾ തീർത്ഥയാത്രയ്ക്കൊക്കെ കൂടുതലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ എല്ലാവരും പളനി പോകുമ്പോൾ നമ്മൾ ഒത്തിരി പറ്റിക്കപ്പെടുന്നിടത്ത് ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ആരും നമ്മളെ പറ്റിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പോയിട്ട് വരിക. പളനി യാത്ര പോകുന്നവർക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.